കോട്ടയത്ത് തിരുവാർപ്പ് ക്ഷേത്രത്തിലും സമീപത്തുള്ള ക്ഷേത്രത്തിലും മോഷണം നടന്നു. ക്ഷേത്രത്തിലെ പ്രധാന കവാടത്തിലെയും അമ്പലത്തിന്റെ പിൻവശത്തെ കാണിക്കവഞ്ചിയും മോഷ്ടാവ് കുത്തി തുറന്നു. 1:30 ഇന്ന് വെളുപ്പിന് 1:30 ഒരാൾ വരികയും ഒറ്റയ്ക്കായിരുന്നു. ഒരാൾ വരികയും കാണിക്കവഞ്ചി തുറന്ന് പുറയുന്നൊരു ചെറിയൊരു കമ്പിപ്പാര പോലെ ഉപയോഗിച്ചിട്ട് കാണിക്കവഞ്ചി കുത്തിപ്പൊട്ടിച്ച് അതിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. കൊച്ചമ്പലത്തിലെ കാണിക്കവഞ്ചിയും തകർത്തിട്ടുണ്ട്. വ്യാഴാഴ്ച വെളുപ്പിനെയാണ് മോഷണം നടന്നത്. CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുൻപിലെ കാണിക്കവഞ്ചിയിൽ നിന്ന് മോഷ്ടാവ് പണമെടുക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാം. നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട്. പുറകിലൊരു റോഡ് സൈഡിൽ തന്നെ ഒരു വഞ്ചിയുണ്ട്. അങ്ങനെ 3 വഞ്ചിയിൽ നിന്നാണ് മോഷണം നടന്നേക്കുന്നത്. ഇവിടുന്ന് ആനക്കോട്ടിലെ വഞ്ചിയിൽ നിന്നാണ് CCTVയിൽ വ്യക്തമായിട്ട് മുഖം കാണാം. പൈസ എടുത്തുകൊണ്ട് പോകുന്നത് കാണാം. 1:30 സമയത്താണ് വന്നേക്കുന്നതെന്നാണ് CCTV നമുക്ക് ടൈമിംഗ്. അന്യസംസ്ഥാനക്കാരാണ് മോഷ്ടാവെന്ന നിഗമനത്തിലാണ് പോലീസ്. 10 ദിവസം മുമ്പ് ക്ഷേത്ര അധികൃതർ കാണിക്കവഞ്ചി തുറന്നിരുന്നു. രാവിലെ ഒരു 5:30-6 മണിയോടുകൂടിയാണ് ശ്രദ്ധിക്കുന്നത്. കാരണം ഇത് തിരിച്ച് അതുപോലെ തന്നെ അടച്ചൊക്കെ വെച്ചിരുന്ന കാരണം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇങ്ങനെ 2 മണിക്ക് ഇവിടെ നമുക്ക് മേശാന്തി ആൾക്കാരും ജീവനക്കാരും എല്ലാം അമ്പലത്തിനകത്തുള്ളതാണ്. അത്രയും സമയത്തിനുള്ളിൽ അത് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. കാരണം വാച്ചിങ് ചെയ്തിട്ടാണ് പുള്ളി മോഷ്ടിച്ചിരിക്കുന്നത്. അപ്പം ആരും ഇല്ലാത്തൊരു സമയം നോക്കി കൃത്യമായിട്ട് പുള്ളി പൈസ എടുത്തിട്ടുണ്ട് അവത്തിൽ നിന്ന്. അപ്പോൾ രാവിലെ ഇതാരും ശ്രദ്ധിക്കുന്നുമില്ല. രാവിലെ വന്നിട്ടാണ് പിന്നെ ഈ കാര്യം ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നത് ശ്രദ്ധിക്കുന്നത് രാവിലെ ഒരു 6 മണിയോടുകൂടിയൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. കഴിഞ്ഞിട്ടാണ് പോലീസിന് വിവരങ്ങൾ അറിയിക്കുക. അവർ വന്ന് അതിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.